കുളത്തൂപ്പുഴ സിഐയും പോലീസ് ഡ്രൈവറും വ്യാപാരിയോട് കൈക്കൂലി ആവശ്യപ്പെട്ടതായി ആരോപണം. കുളത്തൂപ്പുഴ കല്ലുവെട്ടാങ്കുഴി റാഫി മനസ്സിലിൽ റാഫിയാണ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് 2 ലോഡ് മണൽ എനിക്ക് വേണം, ഞാൻ പറയുന്ന ആളിന് കൊടുക്കണം എന്നെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് സാറേ എന്നെ കൊണ്ട് അത്രയും നിവൃത്തിയില്ല, ഞാൻ വേണമെങ്കിൽ 10,000-5000 രൂപ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പിന്നെ നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയെന്ന് തോന്നുന്നു, കുളത്തൂപ്പുഴ എസ്ഐയും ദിൽഷാദ് ഡ്രൈവർ ഇവർ 2 പേരും കൂടെ വന്ന് ഇവിടെ ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വിളിപ്പിച്ച്. ഞാൻ റോഡിൽ ചെന്ന് നിന്ന് എന്തോ സാറേ ചോദിച്ചപ്പോഴേ പറഞ്ഞ് പോലീസ് വാഹനത്തിന് കുറേ മെയിൻ്റനൻസ് പണിയുണ്ട്, അത് ഏതാണ്ട് ഒരു 50,000 രൂപയോളാവും. സർക്കിളിൻ്റെ സുമോ വണ്ടിയുടെ ബാക്ക് തട്ടിയിരിക്കുകയാണ്, അതൊക്കെ ശരിയാക്കണമെങ്കിൽ പൈസ ആവശ്യമുണ്ട്, അത് നീ 50,000 രൂപ എനിക്ക് 2 കിടുക്കളായിട്ട് തരണം എന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തരത്തില്ല, 1 രൂപ പോലും ഞാൻ തരത്തില്ല, ഞാൻ നിയമപ്രകാരമാണ് ചെയ്യുന്നത്, എനിക്ക് ഇപ്പം ചെയ്യാനായിട്ട് ഇതിനകത്ത് ഹൈക്കോടതിൻ്റെ ഓർഡറും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് പോയാണ്. അന്ന് മുതൽ എന്നെ ദ്രോഹിക്കാനായിട്ട് തന്നെ അയാൾ നിൽക്കുകയാണ്. എംസാൻഡ് മണൽ വ്യാപാരിയായ റാഫിയോട് കുളത്തൂപ്പുഴ സിഐ 2 ലോഡ് മണൽ ആവശ്യപ്പെട്ടതായും ഇത് നൽകാത്തതിന്റെ പക തീർക്കാൻ പോലീസ് ഡ്രൈവർ ദിൽഷാദിനെ കൊണ്ട് സിഐയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 50,000 രൂപ ആവശ്യപ്പെട്ടതായും ഇയാൾ ആരോപിക്കുന്നു. പണം നൽകാത്തതിനാൽ വ്യാപാരം തടസ്സപ്പെടുത്തുമെന്ന് സിഐ ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ പറയുന്നു. എംസാൻഡ് ശേഖരിക്കാനും വിൽക്കാനും തനിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചാണ് വ്യാപാരം തടസ്സപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നതെന്ന് ഇയാൾ ആരോപിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സിഐക്കും എസ്ഐക്കും കണ്ടാലറിയാവുന്ന 8 പോലീസുകാർക്കുമെതിരെ പരാതി നൽകിയിരിക്കുകയാണ് റാഫി. നേരത്തെ കുളത്തൂപ്പുഴ പോലീസിനെതിരെ നിരന്തര അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കുളത്തൂപ്പുഴ പഞ്ചായത്ത് ഭരണസമിതിയും പ്രതിപക്ഷവും ഐകകണ്ഠ്യേന പോലീസിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ സിഐക്കെതിരെ ആരോപണം ഉയർന്നത് കുളത്തൂപ്പുഴ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.